Hi everyone, this is Rinsi from Grow Malayalam channel. ഇത്രയും നാൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഫ്യൂച്ചർ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ പ്രസൻ്റ് ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. അതെ, AI എന്ന് പറഞ്ഞ റിയാലിറ്റി ആയിട്ട് മാറി. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റുഡൻസ് തൊട്ട് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് വരെ, അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് മുതൽ കമ്പനികളുടെ CEO വരെ, ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും തന്നെ അവരുടെ ഡെയിലി ലൈഫ്സിൽ AI യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നിങ്ങളിപ്പോൾ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള AI ടൂൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുള്ളതും കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഗ്രോ മലയാളത്തിൻ്റെ വ്യൂവേഴ്സ് ഏതൊക്കെ AI ടൂളുകളാണ് യൂസ് ചെയ്യുന്നത് നമുക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ എസ്പെഷ്യലി 2023 ഒരുപാട് AI ടൂൾസ് ലൈക്ക് ഇപ്പോൾ ChatGPT, ഗൂഗിൾ ബാർഡ്, മിഡ് ജേർണി, അതുപോലെ തന്നെ ഡെലി 2 ഒക്കെ ഫേമസ് ആണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇത് കാരണം അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാം. ഇന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ഒരു റിയാലിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. അത് നമുക്കിനി ഡെനേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇന്നിപ്പം വേൾഡ് വൈഡ് മില്യൺസ് അതുപോലെ തന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് ഇതിലേക്ക് നിൽക്കുന്ന കമ്പനികളായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ സോഫ്റ്റ്വെയർ അതുപോലെ GPU ചിപ്സ് ഡിസൈനർ NVIDIA. അപ്പോൾ പല പവർഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ ഹൈ പെർഫോമൻസ് ചിപ്പുകൾ വഴിയാണ്. അതുപോലെ തന്നെ AI ബൂം തുടങ്ങിയപ്പോൾ NVIDIAയുടെ സ്റ്റോക്കായിരുന്നു ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? 2023 തുടക്കത്തിൽ NVIDIAയുടെ സ്റ്റോക്ക് 200% കയറി. സോ ഇതാണ് ഇപ്പോൾ ലോകം മൊത്തം ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു തീമിലേക്ക് ബുള്ളിഷ് ആകുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ US സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളും ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ AI ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന 5 സ്റ്റോക്കുകളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ ലിസ്റ്റഡ് സ്പേസിൽ പ്യുവർ AI ബേസ്ഡ് കമ്പനികളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കമ്പനികൾ ഒന്നെങ്കിൽ AI സർവീസുകൾ നൽകുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകളിൽ AI ഉപയോഗിക്കുന്ന കമ്പനികളാണ്. അപ്പം ഇന്ന് നമ്മൾ 5000 കോടിയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് 6 മന്ത്സിൽ 15%-ലധികം റിട്ടേൺസ് നൽകിയ കമ്പനികളുമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തിൽ ഹയസ്റ്റ് റിട്ടേൺ നൽകിയ കമ്പനി നമ്മൾ ഇന്ന് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഫൈനാൻഷ്യൽസ് അതുപോലെ 6 മന്ത്സ് റിട്ടേൺസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 26 ജൂൺ 2023 ക്ലോസിംഗ് പ്രൈസിൻ്റെ ബേസിലാണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, ഇന്നത്തെ കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ടാറ്റ LXE ലിമിറ്റഡ്. അപ്പോൾ ടാറ്റ LXE എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ കമ്പനി അവരുടെ ഡിസൈൻ ടെക്നോളജി സർവീസുകളൊക്കെ ഓട്ടോമോട്ടീവ്, ബ്രോഡ്കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഹെൽത്ത് കെയർ സർവീസ് സെക്ടറിലേക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 16.77% കയറിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി അവർ 2 സെഗ്മെൻറ്റിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് സർവീസസ് അതുപോലെ തന്നെ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സർവീസ് സെഗ്മെൻറ്റ് നമുക്ക് വീണ്ടും 2 സെഗ്മെൻറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എംബെഡഡ് പ്രൊഡക്റ്റ് ഡിസൈൻ EPD അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് വിഷ്വലൈസേഷൻ IDV. അപ്പോൾ EPD സെഗ്മെൻറ്റിൽ കമ്പനി പല സെക്ടറിലുള്ള ക്ലയൻസിന് ടെക്നോളജി കൺസൾട്ടിംഗ്, ന്യൂ പ്രൊഡക്റ്റ് ഡിസൈൻ, ഡെവലപ്മെൻറ്റ് അതുപോലെ ടെസ്റ്റിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ IDV സെഗ്മെൻറ്റ് വഴി കമ്പനി കൺസ്യൂമർ റിസർച്ച് ആൻഡ് സ്ട്രാറ്റജി, ബ്രാൻഡിംഗ് ആൻഡ് ഗ്രാഫിക്സ്, പ്രൊഡക്റ്റ് ഡിസൈൻ, സർവീസ് ഡിസൈൻ, യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ, ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ, 3D പ്രോട്ടോടൈപ്പിംഗ് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻസ് അവരുടെ ക്ലയൻസിന് നൽകുന്നുണ്ട്. അപ്പോൾ ടാറ്റ LXE AI അതുപോലെ അനലിറ്റിക്സ് ഉപയോഗിച്ച് ടാറ്റ LXE ഡ്രൈവേഴ്സ് ബിഹേവിയേഴ്സ് ഇൻസൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റ LXEയുടെ ഡ്രൈവേഴ്സ് ഇൻ്റലിജൻസ് സർവീസ് സ്മാർട്ടറാണ്, സ്കെയിലബിൾ ആണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇതുവഴിയാണ് അവർ സർവീസ് നൽകുന്നത്. അപ്പോൾ ഓട്ടോ സെഗ്മെൻറ്റ്സിലുള്ള പല OEMകൾക്കും അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിനും ഒരുപാട് താല്പര്യം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കമ്പനി ബ്രോഡ്കാസ്റ്റ് ആൻഡ് മീഡിയ ഇൻഡസ്ട്രിക്ക് ക്ലൗഡ് ബേസ്ഡ് വീഡിയോ അനലിറ്റിക്സ് സർവീസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിൽ കമ്പനിയുടെ റവന്യൂ 17% കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് പ്രോഫിറ്റ് 32% CAGR. കഴിഞ്ഞ 12 മാസത്തിൽ കമ്പനിയുടെ സെയിൽസ് 30%, പ്രോഫിറ്റ് 41% വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ R&D ബിസിനസ്സിൻ്റെ ഭംഗി. അപ്പോൾ EV റെവല്യൂഷൻ, സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ കീഴിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ ബന്ധപ്പെട്ട എല്ലാ പ്ലേയേഴ്സും ബെനിഫിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ കമ്പനിയുടെ റിസ്കിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ വരുന്നത് വെസ്റ്റേൺ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ റവന്യൂ കോൺട്രിബ്യൂഷൻ വരുന്നത് ഏകദേശം 17% മാത്രമാണ്. ഇനി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഇവിടുത്തെ ഒരു അടുത്ത കാര്യം എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് ക്ലയൻസിലേക്കുള്ള റവന്യൂ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ അവരുടെ ടോപ്പ് ക്ലയൻറ്റുകൾ അവരുടെ റവന്യൂയിലേക്ക് 39.5%, അതുപോലെ തന്നെ ടോപ്പ് 10 ക്ലയൻറ്റുകൾ 48.1% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനിക്ക് അവരുടെ ടോപ്പ് ക്ലയൻറ്റുകൾ നഷ്ടപ്പെട്ടാൽ അത് അവരുടെ റവന്യൂ അതുപോലെ പ്രോഫിറ്റിനെ ബാധിക്കാം.
അപ്പോൾ ടാറ്റ എലക്സിയുടെ ഫൈനാൻഷ്യൽസ് ഇന്ന് നമ്മുടെ തേർഡ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇന്ന് നമ്മുടെ തേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ എലക്സിനെ പോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ സർവീസ് നൽകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കമ്പനികൾ ഒന്നിച്ച് ആ ഒരു ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ലിമിറ്റഡ്. അപ്പോൾ 1990 ഈ ഒരു കമ്പനി തുടങ്ങിയത്. അപ്പോൾ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ഒരു ഗ്ലോബൽ സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ്, അതുപോലെ ടെക് ഇന്നോവേഷൻ കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ 33 വർഷത്തിൽ കമ്പനി അവരുടെ ബ്രാൻഡ് ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് എൻ്റർപ്രൈസ് മോഡേണൈസേഷൻ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 25.38% വളർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് അവരുടെ പ്രീ ബിൽഡ് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ഫ്രെയിം വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി ക്ലയൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഹെൽത്ത്, ടെക്, ബാങ്കിങ് അതുപോലെ ലൈഫ് സയൻസ് സെക്ടറിൽ ഒക്കെ കമ്പനി ഹൈ പ്രൊഫൈൽ ക്ലയൻറ്റുകളേക്ക് കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേജർ IT ജയൻസ് ആയ AWS, IBM, സെയിൽസ്ഫോഴ്സ്, മൈക്രോസോഫ്റ്റ് അതുപോലെ ഗൂഗിളായിട്ട് അവർ പാർട്ണർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻലി അവർക്ക് 3 സെഗ്മെൻറ്റിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ, ഹൈടെക് ആൻഡ് എമർജിംഗ് ഇൻഡസ്ട്രീസ്, ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ്. അപ്പോൾ കമ്പനി അവരുടെ ഇൻഡസ്ട്രി ലീഡിംഗ് AI ക്യാപ്പബിലിറ്റീസ് ലിവറേജ് ചെയ്തുകൊണ്ട് ഹൈലി കസ്റ്റമൈസബിൾ അതുപോലെ തന്നെ പവർഫുൾ സൊല്യൂഷൻസ് അവർ ക്ലയൻറ്റിന് നൽകുന്നുണ്ട്. ഇതുകൂടാതെ അവരുടെ കോൺവെർസേഷണൽ AI പ്ലാറ്റ്ഫോം കസ്റ്റമർ എൻഗേജ്മെന്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് ബോട്ട്സ് വഴി. അപ്പോൾ ഈ ഒരു ചാറ്റ് ബോട്ട്സ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അതുപോലെ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് മൾട്ടിപ്പിൾ ചാനൽസ് അതുപോലെ ലാംഗ്വേജിൽ റിയൽ ടൈം പേഴ്സണലൈസ് കമ്മ്യൂണിക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ കമ്പനി അവരുടെ പ്രോഫിറ്റ് അതുപോലെ സെയിൽസ് കൺസിസ്റ്റൻ്റ്ലി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ കമ്പനി അവരുടെ സെയിൽസ് 20% CAGR കൂട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് പ്രോഫിറ്റ് 17% CAGR. അപ്പോൾ ഷോർട്ട് ടേമിൽ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച് കുറച്ചും കൂടി സ്റ്റീപ്പാണ്. അപ്പോൾ 3 ഇയർ സെയിൽസ് ഗ്രോത്ത് ഓവർ 33%, പ്രോഫിറ്റ് CAGR 41%. അപ്പോൾ ഇതുകൂടാതെ കമ്പനി അവർ ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം അവർക്ക് തുടർച്ചയായിട്ട് അവരുടെ വലിയ ക്ലയൻറ്റുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ വലിയ ക്ലയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആനുവൽ റവന്യൂയിലേക്ക് $5 ബില്യൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്ലയൻറ്റുകളാണ്. ഇപ്പം വലിയ ക്ലയൻറ്റുകളുടെ എണ്ണം കൂടിയപ്പോൾ അതനുസരിച്ച് കമ്പനിയുടെ റവന്യൂവും കൂടും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കുറച്ച് ടോപ്പ് ക്ലയൻറ്റിലേക്കുള്ള റിലേ ചെയ്യുന്നത് കുറയ്ക്കുമെന്നത് മാത്രമല്ല, പക്ഷേ റവന്യൂ കോൺസെൻട്രേഷനും ഇവിടെ കുറയുന്നതായിരിക്കും. ടോപ്പ് 10 ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു റവന്യൂ കോൺട്രിബ്യൂട്ടഡ് ബൈ ടോപ്പ് 10 ക്ലയൻറ്റ്സ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ടോട്ടൽ റവന്യൂ ആണ്. എന്നാലും എല്ലാ IT കമ്പനികളെ പോലെ തന്നെ കമ്പനിയുടെ മെയിൻ റിസ്ക് ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കമ്പനിയുടെ 78% വരുമാനം വരുന്നത് നോർത്ത് അമേരിക്ക അതുപോലെ സെൻട്രൽ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ എക്കണോമിക് സ്ലോ ഡൗൺ അവിടെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർസിസ്റ്റന്റ് ബിസിനസ്സിനെ അഡ്വേഴ്സ്ലി ബാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് അവരുടെ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ എംഫസിസ് അതുപോലെ L&T ടെക്നോളജി സർവീസ് ലിമിറ്റഡ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ വാല്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കമ്പനി പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് എംഫസിസ് അതുപോലെ L&T ടെക്നോളജീസിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ROE ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കമ്പനികളും ക്ലോസ് കോമ്പറ്റീഷനിൽ തന്നെയാണുള്ളത്. പെർസിസ്റ്റൻസിൻ്റെ ROE 25.32ഉം എംഫസിസിൻ്റെ ROE വരുന്നത് 22.02ഉം LTTSൻ്റെ വരുന്നത് ROE 25.67ഉമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റൻസിന് അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ 1 മുതൽ 5 വർഷത്തിൽ മറികടന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ കമ്പനി KPIT ടെക്നോളജി ലിമിറ്റഡ്. അപ്പോൾ കഴിഞ്ഞ 10 ആണ്ടിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റംസ് അതുപോലെ ഓട്ടോണോമസ് ഡ്രൈവിംഗ് സൊല്യൂഷൻസ് ഒക്കെ. അപ്പോൾ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം സെൻസർ അതുപോലെ ക്യാമറ ഉപയോഗിച്ചിട്ട് കാറിന് ചുറ്റുമുള്ളതൊക്കെ പെർസീവ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അവർ അത്യാവശ്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കും. സോ ഈ ഒരു ആക്ഷൻസ് ഒക്കെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ എടുക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ഓട്ടോണോമസ് ഡ്രൈവിംഗ് സൊല്യൂഷൻ. അതുപോലെ തന്നെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പെട്ടെന്നുള്ള ഈ ഒരു വളർച്ച ഇതിനൊരു വലിയ റോള് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടോണോമസ് വെഹിക്കിൾസിന് നമുക്ക് AI ഇൻ ആക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ KPIT എക്സാക്ട്ലി ഈ ഒരു സർവീസുകളാണ് അവരുടെ ക്ലയൻസിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോണോമസ് ഡ്രൈവിംഗ് തൊട്ട് വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്, ഓട്ടോ SAR, വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ അതുപോലെ ഡിജിറ്റൽ കണക്റ്റഡ് സൊല്യൂഷൻസ് ഒക്കെ KPIT പല റേഞ്ചിലുള്ള ഡിജിറ്റൽ അതുപോലെ AI ബേസ്ഡ് സൊല്യൂഷൻസ് ഓട്ടോമൊബൈൽ OEMകൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ KPITയുടെ ഷെയർ പ്രൈസ് കഴിഞ്ഞ 6 മാസത്തിൽ 54.50% കയറിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ അവരുടെ കസ്റ്റമേഴ്സിന് നെക്സ്റ്റ് ജനറേഷൻ മൊബിലിറ്റി ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ ആക്സലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംബെഡഡ് സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ഡിജിറ്റൽ സൊല്യൂഷൻ സ്പെഷ്യലൈസേഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ KPIT യൂറോപ്പ്, US, ജപ്പാൻ, ചൈന, തായ്ലാൻഡ്, ബ്രസീൽ അതുപോലെ ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ KPIT ഒരു ടെക്നോളജി ഇൻറ്റൻസീവ് കമ്പനിയാണ്. അപ്പോൾ ഇതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇവരുടെ ബിസിനസ്സിൽ കൂടുതലും റോള് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി അവരുടെ സബ്സിഡറി KPIT GmbH ജർമ്മനിയിൽ സെറ്റപ്പ് ചെയ്തത്.
അപ്പോൾ ഓട്ടോ OEM ജെയിൻസിൻ്റെ ഹബ്ബാണിത്. അപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് മൊബൈൽ സ്പേസിൽ ബെസ്റ്റ് ഇന്നോവേഷൻ അതുപോലെ ടെക്നോളജി ഡ്രൈവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നിന്ന് അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് മൊബിലിറ്റി സ്പേസിൽ ബെസ്റ്റ് ഇന്നോവേഷൻ അതുപോലെ ടെക്നോളജി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഗ്ലോബൽ ഓട്ടോമോട്ടീവ് OEMകളായിട്ടുള്ള KPITയുടെ സ്ട്രോങ് റിലേഷൻഷിപ്പ് കമ്പനിക്ക് ഒരു ഹെൽത്തി ഓപ്പറേഷൻ പ്രൊഫൈൽ പണിതെടുക്കുന്നതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 11 കോൺസിക്യൂട്ടീവ് ക്വാർട്ടറിലായിട്ട് KPIT സ്റ്റഡി ഗ്രോത്ത് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നേടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അവരുടെ ചലഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടെക് മൊബിലിറ്റി അതുപോലെ തന്നെ സ്പെസിഫിക് ക്ലയൻസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റവന്യൂ കോൺസെൻട്രേഷൻ റിസ്കിലേക്ക് കമ്പനി എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 കമ്പനി അവരുടെ ടോപ്പ് 21 ക്ലയൻറ്റിൽ നിന്ന് 82.5% റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ സെഗ്മെന്റിൽ സ്ലോ ഡൗൺ അതുപോലെ തന്നെ കമ്പനിയുടെ ക്ലയൻസിന് ടെക്നോളജി സ്പെൻഡിലെ ഡിക്ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ റവന്യൂവിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ Q4 ഫൈനാൻഷ്യൽ 2022 വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് കാരണം കമ്പനിയുടെ നെറ്റ് ക്യാഷ് Q3 ഫൈനാൻഷ്യൽ 2023 വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KPITനെ പോലെ ഹൈ വാല്യൂഷൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് ഇത് റിസ്കി ആയിരിക്കും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഏതൊരു കമ്പനിയുടെ വാല്യൂഷനും അവരുടെ ക്യാഷ് ഫ്ലോ ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമ്പോൾ ബിസിനസ്സിൽ ഫ്രീ ക്യാഷ് ഫ്ലോ കുറയും. അപ്പോൾ ഫ്രീ ക്യാഷ് ഫ്ലോ കുറയുമ്പോൾ മാർക്കറ്റിൽ നെഗറ്റീവിലായിട്ടായിരിക്കും അത് എടുക്കുന്നത്. സ്പെഷ്യലി ഹൈ ഗ്രോത്ത് അതിൽ പ്രീമിയം വാല്യൂഷനിലുള്ള സ്റ്റോക്സിൻ്റെയൊക്കെ കേസിൽ വരുമ്പോൾ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ചില കമ്പോണൻസ് ആണ് അക്കൗണ്ട്സ് പേയബിൾ, റിസീവബിൾസ്, ഇൻവെൻട്രി ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് KPIT അതുപോലെ ടാറ്റ എൽഎക്സിയുടെ ഫൈനാൻഷ്യൽസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് കമ്പനികളും എക്സ്പെൻസീവ് വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. എങ്കിലും ബട്ട് റിലേറ്റീവ് ടേംസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടാറ്റ എൽഎക്സിനെ വെച്ച് നോക്കുമ്പോൾ KPIT പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ROIൻ്റെ ടേംസിൽ ടാറ്റ എൽഎക്സി KPITനേക്കാളും വലിയൊരു മാർജിൻ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടാറ്റ എൽഎക്സിയുടെ ROI വരുന്നത് 41.07 വേറൊരു സൈഡിൽ KPITയുടെ ROI വരുന്നത് 25.87 ആണ്. ഇനി നമുക്ക് ഇന്നത്തെ ഫോർത്ത് കമ്പനി നോക്കാം, സെൻസാർ ടെക്നോളജീസ് ലിമിറ്റഡ്. അപ്പോൾ സെൻസാർ ടെക്നോളജീസ് ലിമിറ്റഡ് RPG എന്റർപ്രൈസ് ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്. അപ്പോൾ കമ്പനിക്ക് ഇന്ന് 30ലധികം ലൊക്കേഷനിലായിട്ട് 11,500 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് കേപ്പ് ടൗൺ, ലണ്ടൻ, സിംഗപ്പൂരൊക്കെ. അപ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് കഴിഞ്ഞ 6 മാസങ്ങളിൽ 76.66% കയറിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി 2019 തന്നെ AI ആയിട്ട് ബെറ്റ് വെച്ചതാണ്. അപ്പോൾ കമ്പനി ഇൻഷുറൻസ് സെക്ടറിൽ ബേസ് സർവീസുകൾ നൽകുന്നുണ്ട്. കമ്പനി FNO അതായത് ഫസ്റ്റ് ഇൻഫോർമേഷൻ ലോഗ്സ് അതുപോലെ AI ബേസ് സെൽഫ് സർവീസ് ആപ്പുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഈ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവഴി മിനിറ്റുകൾക്കുള്ളിൽ റിസ്ക് അസസ്മെൻറ്റ് അതുപോലെ ഈസി ആയിട്ട് ക്ലെയിം റെസൊല്യൂഷൻ സർവീസുകൾ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുവഴി ഓവറോൾ ക്ലെയിം സൈക്കിൾ ടേൺ അറൗണ്ട് ടൈം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കമ്പനി ഒരുപാട് റേഞ്ചുള്ള സർവീസുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ, മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ സർവീസ്, അതുപോലെ തന്നെ AI അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഓഫറിങ്സ്. അപ്പോൾ കമ്പനി ഹൈടെക് അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ് അതുപോലെ തന്നെ റീറ്റെയിൽ ആൻഡ് കൺസ്യൂമർ സർവീസ് സെക്ടറൊക്കെ കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയർ ഹൈടെക് ആൻഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി കമ്പനിയുടെ കമ്പൈൻഡ് റവന്യൂലേക്ക് 39.2% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ്ങിലേക്ക് 18.2%, ഇൻഷുറൻസിലേക്ക് 16.5%, കൺസ്യൂമർ സർവീസ് സെഗ്മെന്റിലേക്ക് 17.8%, അതുപോലെ തന്നെ എമർജിംഗ് സർവീസിലേക്ക് 8.1% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഒരു പോസിറ്റീവ് സൈഡ് ഗ്രോയിങ് ഓർഡർ ബുക്ക് ആണ്. അപ്പോൾ Q4 ഫൈനാൻഷ്യൽ 2023 കമ്പനിയുടെ ഓർഡർ ബുക്ക് വാല്യൂ വരുന്നത് 174.9 മില്യൺ ആണ്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 34% വളർന്നിട്ടുണ്ട്. അപ്പോൾ Q4 ഫൈനാൻഷ്യൽ 2023 കമ്പനിക്ക് സിഗ്നിഫിക്കൻറ്റ് ഓർഡർ അവർ വിജയിച്ചിട്ടുണ്ട്. ഇനി റിസ്ക് അതുപോലെ ചലഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ഉണ്ട്. 70%-ലധികം റവന്യൂ US നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്ക് അവരുടെ ബിസിനസ്സിൽ ഒരു സ്ട്രോങ് ഗ്രോത്ത് ഫേസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ സെയിൽസ് അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നമ്പേഴ്സൊക്കെ സിംഗിൾ ഡിജിറ്റിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് ലാസ്റ്റ് കമ്പനിയുടെ കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് അതുപോലെ തന്നെ ഫിഫ്ത്ത് കമ്പനി വരുന്നത് സൈൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യൻ മൾട്ടിനാഷണൽ ടെക് കമ്പനിയാണ് സൈൻ ലിമിറ്റഡ്. അപ്പോൾ ഇവർ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, നെറ്റ്വർക്ക് ആൻഡ് ഓപ്പറേഷൻ റിലേറ്റഡ് സർവീസുകൾ നൽകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്പനി അവരുടെ നീഷ് പ്രൊഡക്റ്റ് അതുപോലെ തന്നെ പ്രോസസ് എഞ്ചിനീയറിംഗ് സർവീസുകളൊക്കെ എയറോസ്പേസ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ സെമി കണ്ടക്ടർ സെക്ടറിലാണ് നൽകുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 78.68% വളർന്നിട്ടുണ്ട്. ഇന്നിപ്പം AI ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ചിന്തിക്കാവുന്നതിൽ അപ്പുറത്താണ് എത്തി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, റെഗുലാരിറ്റി ബോഡീസ് അതുപോലെ കമ്പനികളൊക്കെ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ വേറെ കമ്പനികളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സയാക് സൊല്യൂഷൻസിൻ്റെ ഹെൽപ്പോടെ കമ്പനി റെഗുലാരിറ്റി ഓപ്പറേഷൻസ് ഒക്കെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടും നടത്തുന്നതായിരിക്കും. അപ്പം സയാക്കിൻ്റെ സഹായത്തോടെ കമ്പനിക്കിപ്പം അവരുടെ ക്ലയൻസിന് ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ ഇതുവഴി അവരുടെ കോസ്റ്റ് അറൌണ്ട് 40% കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല അവരുടെ എക്സിക്യൂഷൻ ടൈമിൽ 40% അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതായത് കോസ്റ്റ് കുറഞ്ഞു, എഫിഷ്യൻസി കൂടി, അതുപോലെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സൈഫാസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി പ്ലാറ്റ്ഫോം ആപ്സ്, സിമുലേറ്റേഴ്സ്, അതുപോലെ എംബെഡഡ് ഡിവൈസസ് ടെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇതിന്റെ സഹായത്തോടെ കമ്പനിയുടെ ക്ലയന്റുകളുടെ എക്സിക്യൂഷൻ ടൈം അതുപോലെ കോസ്റ്റ് സേവ് ചെയ്യുന്നതൊക്കെ സഹായിക്കും. ഇൻഫാക്ട് സൈനൻ ലിമിറ്റഡ് റീസെന്റ് സൈനൻ DLMനെ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി അവർക്ക് അവരുടെ സിസ്റ്റം ഇന്റഗ്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ക്ലയന്റുകൾക്ക് ഡിസൈൻ മുതൽ പ്രൊഡക്ഷൻ വരെയുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റീസൺ കാരണം കമ്പനിക്ക് അവരുടെ ഇൻഡസ്ട്രി ലീഡേഴ്സായ റൈത്തൺ ടെക്നോളജീസ് കോർപ്പറേഷൻ, ബോയിങ് കമ്പനി, ബ്രിട്ടീഷ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ആയിട്ട് സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ ഓർഡർ ബുക്കിൽ റിഫ്ലക്റ്റ് ആയേക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇവരുടെ 90% ഓർഡേഴ്സ് അവരുടെ നിലവിലുള്ള ക്ലയന്റുകളുടെ റിപ്പീറ്റ് ഓർഡേഴ്സ് ആണ്. ഇനി കമ്പനിയുടെ ഒരു മെയിൻ മോണിറ്റർ ചെയ്യേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അവരുടെ റവന്യൂ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ടേംസിൽ മാത്രമല്ല എൻഡ് യൂസർ ഇൻഡസ്ട്രിയുടെ ടേംസിലും കൂടി ജോഗ്രഫിക്കലി നമ്മൾ നോക്കണം. ഇപ്പോൾ ജോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 49.2% റവന്യൂ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഫൈനാൻഷ്യൽ 2023 കമ്പനി 29.9% റവന്യൂ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്നും ആണ് വരുന്നത്. 28.7% കണക്ടിവിറ്റി ബിസിനസ്സിൽ നിന്നും. ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടറിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൈനാമിക് ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ ഉണ്ടായാൽ അത് കമ്പനിയുടെ റവന്യൂവിനെ ബാധിക്കും. ഇനി നമുക്ക് സൈനന്റ് അതുപോലെ സെൻസറിന്റെ കീ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ വാല്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സെൻസാറിന് എഗനസ്റ്റ് സൈനന്റ് പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാലും ROIന്റെ ടേംസിൽ സെൻസാറിനേക്കാളും ബെറ്റർ ആയിട്ടാണ് സൈനന്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈനന്റെ ROI വരുന്നത് 16.63 വേറൊരു സൈഡിൽ സെൻസാറിന്റെ വരുന്നത് ROI വരുന്നത് 11.57 അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈനന്റ് ലിമിറ്റഡ് സെൻസാർ ടെക്നോളജീസിന് 1 മുതൽ 5 വർഷത്തിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു 5 കമ്പനികൾ ഏതെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ AI സ്പേസിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന നല്ല കമ്പനികളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽ അനാലിസിസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.